ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ റവ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടിപ്പുമായിട്ടാണ്. സാധാരണ ഞാൻ നേരത്തെയൊക്കെ റവ ഉണ്ടാകുമ്പോൾ അത് വൈകുന്നേരം ആകുമ്പോൾ ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് കട്ടിയാകുമായിരുന്നേ. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റവ നല്ല വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവേ. അതിനായിട്ട് നമ്മൾ സാധാരണ പുട്ട് എടുക്കുന്നത് പോലെ കുഴയ്ക്കുന്നത് പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഏത് റവയാണോ എടുക്കുന്നത് അത് ഇട്ട് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ സാധാരണ കുഴയ്ക്കുന്നത് പോലെ വെള്ളം ചേർത്തൊന്ന് പാകത്തിനൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്ന പുട്ടുകുറ്റിയിലേക്ക് അതൊന്ന് നിറച്ച് നമുക്കതൊന്ന് ആവി കയറാൻ വെക്കാം. ഒരുപാട് നേരം അത് ആവി കയറണ്ടേ, ഒന്നോ രണ്ടോ ഒന്ന് ആവി കയറി വന്നതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മിക്സിയുടെ ജാറിലിട്ട് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ സമയത്ത് സ്വല്പം തേങ്ങയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പുട്ടിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുവേ. അപ്പം ഞാനിത് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ പരുവത്തിലെത്തി നമ്മുടെ പുട്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്യാവേ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും ആ പൊടി. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ കുറ്റിയിൽ തേങ്ങ ഇട്ട് നിറച്ച് കുറച്ച് പൊടിയിട്ട് ഇടയ്ക്ക് പിന്നെയും തേങ്ങ ഇട്ട് നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇത് അധിക നേരം ഇനി വേവിക്കണ്ട, 2-3 മിനിറ്റ് ഒന്ന് ആവി കയറി എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് റവപ്പുട്ട് ഇവിടെ റെഡിയായിരിക്കുന്നത്. ഇത് നമുക്ക് കടലക്കറിയുടെ കൂട്ടത്തിലോ പഴം കൂട്ടിയോ ഏത്തക്ക കൂട്ടിയോ ഇവൻ മീൻ കറിയുടെ കൂടെയാണെങ്കിൽ കഴിക്കാൻ നല്ലതാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു ദിവസം മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.